ISL ഇനി നടക്കണമെന്നുണ്ട് എങ്കിൽ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഫെഡറേഷൻ ആവട്ടെ, അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനൊക്കെ തന്നെ ഡിസംബർ 20-ാം തീയതി ഒരു പ്രധാന യോഗം ചേരുന്നുണ്ട് എന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മാസത്തെ, അതായത് ഈ ഒരു മാസം കൊണ്ട് ഇനി എന്തൊക്കെ നേടുവാൻ അല്ലെങ്കിൽ സാധിക്കും, അതായത് ISLൻ്റെ കാര്യത്തിലുള്ള എന്തൊക്കെ വ്യക്തതയായിരിക്കും വരിക എന്ന കാര്യത്തിൽ ഒരു 20-ാം തീയതിയോട് കൂടി ഉറപ്പാകുന്നതായിരിക്കും. അന്ന് ഒരു പക്ഷേ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബയ്ക്ക് തൻ്റെ ആ ഒരു സ്ഥാനം നഷ്ടപ്പെടുവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നും റൂമർ അടിസ്ഥാനത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇനി ISL നടക്കണമെന്നുണ്ട് എങ്കിൽ നിലവിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പല പ്രശ്നങ്ങളും തന്നെ ഉണ്ട്. കാരണം ഒരു പുതിയൊരു സ്പോൺസർ, അതായത് പുതിയൊരു കൊമേഴ്ഷ്യൽ റൈറ്റ് ഓൺ ചെയ്യുന്ന ഒരു പങ്കാളി ഇല്ലാത്തതിനാൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു കമ്പനി ഇല്ലാത്തതിനാൽ തന്നെ ISL ക്ലബ്ബുകൾക്ക് അതൊരു വലിയൊരു ബാധ്യതയായിരിക്കും. സോ ആ ഒരു സാഹചര്യത്തിൽ ക്ലബ്ബുകളെല്ലാം കൂടി തന്നെ ചേർന്ന് EPL, അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നടത്തുന്നത് പോലെ, അതായത് ലീഗ് കംപ്ലീറ്റ്ലി വാണിജ്യവൽക്കരിക്കുവാനുള്ള സമ്പൂർണ്ണ അവകാശവും ക്ലബ്ബുകൾക്ക് നൽകിക്കൊണ്ട് ഫെഡറേഷന് ഇതിൽ ഒരു അധികാരവും ഇല്ലാതെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നീങ്ങിക്കൊണ്ട് ക്ലബ്ബുകളിലേക്ക് പൂർണ്ണ അധികാരം ചെന്നെത്തുന്ന തരത്തിലുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മോഡൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഇൻബിൽട്ട് ചെയ്യുവാനായിട്ട്, അതായത് ഇന്ത്യൻ ഫുട്ബോളിലെ തന്നെ ടോപ്പ് ടയർ ലീഗായിട്ടുള്ള ISLൽ, അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ ഒരു സിസ്റ്റം ഇൻബിൽട്ട് ചെയ്യുവാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ISLലേക്ക് ഈ ഒരു സിസ്റ്റം ഇൻബിൽട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ നേരിടേണ്ടതായിട്ട് ഉണ്ട് എന്ന് എടുത്ത് പറയേണ്ടതാണ്. ക്ലബ്ബുകൾക്ക് ചിലപ്പോൾ പല ക്ലബ്ബുകൾക്കും പല തരത്തിലുള്ള റവന്യൂ സോഴ്സുകളായിരിക്കും അപ്പോൾ ഉണ്ടാവുക. അതായത് ഒരു ഈക്വൽ എമൗണ്ട് ഓഫ് റവന്യൂ പല ക്ലബ്ബുകൾക്കും ലഭിക്കണമെന്ന് ഉണ്ടാവുകയില്ല. സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലൊരു ക്ലബ്ബിന്, അതായത് ഏറ്റവും അധികം ആരാധകർ ഉള്ളതിനാൽ തന്നെ ഒരു പക്ഷേ അതൊരു വലിയൊരു സക്സസ് ആവുമെങ്കിൽ പോലും പലർക്കും അതൊരു വലിയൊരു നഷ്ടത്തിലേക്ക് ചെന്നെത്തുവാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. സോ എന്തൊരു സിസ്റ്റം ഇൻബിൽട്ട് ചെയ്താലും അതിൻ്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റും കൂടി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇന്ത്യൻ ഫുട്ബോൾ നടക്കണമെന്നുണ്ട് എങ്കിൽ പല ക്രൂഷ്യൽ തീരുമാനങ്ങളും ഈ ഒരു ഡിസംബർ 20-ാം തീയതി നടക്കുന്ന യോഗത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. ജനുവരിയിലെങ്കിലും ISL ആരംഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇക്കുറി നടക്കാനിരിക്കുന്ന, അല്ലെങ്കിൽ നടക്കേണ്ടതായിട്ടുണ്ടായിരുന്ന ISLൻ്റെ 2025-26 ഫുട്ബോൾ സീസൺ പിന്നെ നടക്കുവാനായിട്ടുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് എടുത്ത് പറയേണ്ടതാണ്. ഇനി ജനുവരിയിൽ ആരംഭിച്ചില്ല എന്നുണ്ട് എങ്കിൽ പിന്നീട് ഫെബ്രുവരി ആണുള്ളത്. ഫെബ്രുവരി ആരംഭിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ഷോർട്ടായിട്ടുള്ള ടൈം പീരീഡിൽ ഒരു കാരണവശാലും ISL നടത്തിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. നേരത്തെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബെ ആരാധകർക്ക് ഉറപ്പ് നൽകിയതായിരുന്നു ഡിസംബറിൽ ISL ആരംഭിക്കുമെന്നുള്ളത്. സാധാരണയായിട്ട് ഒക്ടോബർ, സെപ്റ്റംബർ, നവംബർ എന്നീ 3 മാസങ്ങളിൽ ആരംഭിക്കുന്ന ISL നിലവിൽ ഡിസംബറിൽ ഒരു പകുതിയോളം ആവാറായിട്ട് പോലും ആരംഭിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ് പോലും കിട്ടാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നീങ്ങുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ ജനുവരിയിൽ പോലും ആരംഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു ISL സീസൺ 2025-26 സീസൺ, അതായത് ISLൻ്റെ 12-ാം സീസൺ നടക്കുവാനായിട്ടുള്ള സാധ്യതകളില്ല. അത് ഒരുപക്ഷെ ഒരു വർഷത്തേക്ക് കൂടി നീട്ടിവെക്കുകയോ അല്ലെങ്കിൽ ലീഗിൻ്റെ തന്നെ കംപ്ലീറ്റ്ലി ഒരു ഇല്ലായ്മയിലേക്ക് അത് നീങ്ങുവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം ഏറെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായും ഇന്ത്യൻ ഫുട്ബോളിനെ ബാധിക്കുമെന്നൊരു കാര്യം എടുത്ത് പറയേണ്ടതാണ്. സോ ഉടൻ തന്നെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാവുന്നതുമാണ്.